गुरुर्विष्णु गुरुर्देवो महेश्वर गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः. नमस्ते. इनि वयम् आरम्भं कुर्मः. प्रथमम् एकसुभाषितं पठामः. भवान् एकश्लोकं पठति वा? पठति. उद्यमेनैव सिद्ध्यन्ति कार्याणि न मनोरथैः न हि सुप्तस्य सिंहस्य പ്രവിശന്തി മുഖേ മൃഗാഃ. കണ്ടല്ലോ അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് ആലപ്പുഴ സുഹരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. അദ്ദേഹം എനിക്ക് കോപ്പിറൈറ്റ് തരുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നിരുന്നാലും ഇത് സമൂഹം കണ്ടറിയേണ്ട ഒരു സംഗതി ആയതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ കോപ്പിറൈറ്റ് വരാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് വളർന്നു വന്നിട്ടുള്ള നമ്മുടെ നാട്ടിൻ്റെ വർഗീയമായ ഒരു സ്വഭാവം അത് കേരളത്തിൽ പോലും അതിശക്തമായ രീതിയിൽ നമ്മെ കാർന്നു തിന്നുകയാണ്. നമ്മുടെ പരമ്പരാഗതമായ സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും എല്ലാത്തിനും അത് വിഘാതമായി മാറിയിരിക്കുന്നു എന്ന ഒരവസ്ഥ പറയാതിരുന്നുകൂടാ. അതുകൊണ്ട് തന്നെയാണ് ഈ അദ്ദേഹത്തിൻ്റെ ശക്തിമത്തായിട്ടുള്ള ആ വാക്കുകളിലൂടെ ഈ പറയുന്ന ആ സംഘപരിവാറുകളുടെ ആ പ്രവൃത്തിയെ അദ്ദേഹം വ്യക്തമായിട്ട് തുറന്നു കാണിക്കുകയാണ് യഥാർത്ഥം ചെയ്യുന്നത്. ആദ്യം തന്നെ അദ്ദേഹം വീഡിയോയിൽ പ്രദർശിപ്പിച്ചതുപോലെ ഞാൻ ആദ്യമായിട്ട് ആ ഒരു ഹിന്ദു സഹോദരി പറയുന്ന ആ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതുകൊണ്ട് എന്താ ഒരു ക്രിസ്ത്യൻ കുട്ടിയെ വിളിച്ച് എന്താ ബൈബിൾ എന്ന് ചോദിച്ചാൽ അവൻ അറിയാം. ഒരു ഇസ്ലാം കുട്ടിയെ വിളിച്ച് എന്താ ഖുറാൻ എന്ന് ചോദിച്ചാൽ അവൻ അറിയാം. ഒരു ഹിന്ദു കുട്ടിയെ വിളിച്ച് ഭഗവത്ഗീതയ്ക്ക് എത്ര അധ്യായമുണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നവർ ചുരുക്കമാണ്. നിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നവർ ചുരുക്കമാണ്. നമ്മുടെ മക്കൾ നാളെ എത്തുന്നത് പല ജാതിയിലും മതത്തിലുമുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കാണ്. അവർ ചോദിക്കും, നീ എന്തിനാ ഹിന്ദുവായി? കുട്ടി ചിന്തിക്കും, പറഞ്ഞോളൂ, ഞാൻ എന്തിനാ ഹിന്ദുവായി? എനിക്ക് അറിഞ്ഞുകൂടാ. നീ എന്തിനാ അമ്പലത്തിൽ പോന്നേ? അതെന്തിനാ അമ്പലത്തിൽ പോന്നെ? അമ്മ വിളിക്കുമ്പോൾ ഞാൻ തോന്നും, അറിയില്ല. നിന്റെ ഗ്രന്ഥം എന്താ? അറിയില്ല. ഇവിടെയാണ് സ്വന്തം മതത്തോട്. നിങ്ങൾ കേട്ടില്ലേ ഇപ്പം ഈ ഹിന്ദു സഹോദരി പറഞ്ഞത് എന്താണെന്ന്? എല്ലാ സമൂഹത്തിലും അഥവാ ഇസ്ലാം സമൂഹത്തിലായാലും ക്രിസ്ത്യാനി സമൂഹത്തിലായാലും അവർക്ക് അവരുടെ മതം പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അവർ ആഴ്ച തോറും ഓരോ ദിവസം അവരുടെ ആരാധനാലയത്തിൽ സമ്മേളിക്കുന്നു. എന്നിട്ട് അവർക്ക് കൂട്ടായ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അവിടെ ആരെയും അവർ വ്യത്യസ്തരായി കാണുന്നില്ല. ആലോചിച്ച് നോക്കൂ. അതുപോലൊപ്പം തന്നെ പിന്നീട് അവർ പറയുന്ന വാക്ക് എന്താണ്? ഈ മതം എന്താണെന്ന് ഈ ഹിന്ദു സമൂഹത്തെ പഠിക്കുന്നില്ല. മനുസ്മൃതി പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? വേദം കേട്ട ഈഴവനായാലും മറ്റുള്ളവരായാലും ബ്രാഹ്മണനല്ലാത്ത ആരും വേദം കേട്ടുകഴിഞ്ഞാൽ അവരുടെ ചെവിയിൽ ഈഴം ഉരുക്കി ഒഴിക്കണമെന്ന്. വേദം പഠിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ബ്രാഹ്മണനല്ല എങ്കിൽ അവൻ്റെ നാവ് ഇല്ലാതാക്കണമെന്ന്. ഇതൊക്കെ എഴുതി വെച്ചാൽ എന്താ സ്ഥിതി? മാത്രമല്ല ഈ ജാതി പെരുമയുടെ ആ ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ള എന്താ പറയുക സവർണരിൽപ്പെട്ട, ഇപ്പോൾ ഗാന്ധിജി ബ്രാഹ്മണനാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ വൈശ്യമതത്തിൽപ്പെട്ട ആളാണ്, വൈശ്യനാണ് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രർ ഈ 4 വിഭാഗം അടങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ജാതികൾ. അത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളായിട്ട് പോലും മഹാത്മാഗാന്ധിജിക്ക് വൈക്കം സത്യാഗ്രഹ കാലഘട്ടത്തിൽ ഇണ്ടൻ തിരുത്തി മനയിലേക്ക് ഒരു ചർച്ചയ്ക്ക് വേണ്ടി, അഥവാ ഈ വൈക്കം സത്യാഗ്രഹ എന്തിനു വേണ്ടിയാണ് നടത്തിയത്? വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള ബ്രാഹ്മണനല്ലാത്തവരുടെ ആ വഴിയിലൂടെ നടന്നു പോകാൻ പോലും മറ്റു ജീവജാലങ്ങൾക്ക് പോലും അവകാശമുണ്ടായിട്ട് പോലും, അഥവാ ജീവികൾക്ക്, നായക്കൾക്ക് പോലും അവകാശമുണ്ട്. പക്ഷേ അതിലൂടെ ബ്രാഹ്മണ അല്ലാത്തവൻ നടന്ന് കൂടാ എന്നൊരു നിയമമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിനാണ് ഇണ്ടൻ തിരുത്തി മനയിലെത്തിയ മഹാത്മജിക്ക്
വളരെ വേദനാജനകമായ അനുഭവമാണ് അനുഭവിക്കേണ്ടി വന്നത്. തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന ആ ഇണ്ടംതിരുത്തി മനയിലേക്ക് കടന്നു വന്ന ആ മഹാത്മാവിനോട് അവിടുത്തെ ആ കുടുംബനാഥൻ പറയുന്ന വാക്കുണ്ട്. എന്താ പറയുന്നത്? ഇങ്ങോട്ട് കയറണ്ട, ഞാൻ അങ്ങോട്ട് വരാം, അവിടെ നിൽക്കൂ, ഇങ്ങോട്ട് കയറിയാൽ അയിത്തമാകും. ആരോടാ പറയുന്നത്? ഗാന്ധിജിയോട്. മാത്രമല്ല ഗാന്ധിജി ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവനല്ല. എന്നിട്ട് പോലും ആ മുറ്റത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു ഇണ്ടംതിരുത്തി മനയിലെ നമ്പൂരി ചെയ്തത്. ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള ജാതി കോമരങ്ങളുടെ ഈ പീഡനം ഏറ്റുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹിന്ദുമതത്തിന് ശുഷ്കിപ്പുണ്ടായത് എന്ന് യഥാർത്ഥത്തിൽ മഹാകവികൾ പോലും, അഥവാ കുമാരനാശാനെ പോലെയുള്ള കവികൾ പോലും വിലയിരുത്തിയിട്ടുള്ള സംഗതികളാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വെറുതെ അങ്ങോട്ട് തട്ടിവിടുന്ന കാര്യങ്ങളല്ല. അതോടൊപ്പം തന്നെ ഹിന്ദുമതം പഠിക്കൂ, നിങ്ങൾ പഠിക്കൂ എന്ന് അവരോട് ആരാണ് പറയാനുള്ളത്? ആരും പറയുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു ആ മുസ്ലിം ചെയ്യുന്നത് എന്താണ്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ മുസ്ലിം ഇതാ ചെയ്യുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഇനി വയം ആരംഭം കുർമഃ. പ്രഥമം ഏക സുഭാഷിതം പഠാമः. ഭവാൻ ഏക ശ്ലോകം പഠതി വാ? പഠതി. ഉദ്യമേനൈവ സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഃ നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ. ഇപ്പം നിങ്ങൾ കേട്ടില്ല? ആ മുസ്ലിം ഖുർആൻ മാത്രമല്ല പഠിക്കുന്നത്, അവനോട് ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ വിദ്യ അഭ്യസിക്കൂ എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ്റെ വീണുപോയ മുതലാകുന്നു വിജ്ഞാനം. അത് എവിടെ നിന്ന് കിട്ടിയാലും നിങ്ങൾ സ്വീകരിക്കണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ തൊട്ടുകൂടാത്തോർ തീണ്ടിക്കൂടാത്തോർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ എന്ന് ഈ പറയുന്ന കുമാരനാശാനെ കൊണ്ട് പറയിപ്പിക്കുമാർ ഈ ഇന്ത്യയിൽ വളർന്നു വന്ന ജാതിസമാണ് യഥാർത്ഥത്തിൽ എന്തു സംഭവിച്ചത്? ഈ ഹിന്ദുമതത്തിൻ്റെ ശുഷ്കിപ്പിന് ജീർണതയ്ക്കു കാരണമായത്. അല്ലാതെ മറ്റു വിഭാഗങ്ങളൊന്നും കടന്നു വന്ന് അവരെ ഒന്നും ചെയ്തതല്ല. മനസ്സിലായി? അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ കുമാരനാശാൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഈ ജാതിസത്തെക്കുറിച്ച് അദ്ദേഹം ദുരവസ്ഥയിൽ പറയുന്ന ഏതാനും ചില വരികളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ പറയുന്നത്. ഒരുവട്ടം നിങ്ങളിതൊക്കെ കേട്ടിട്ടുണ്ടാകും. എല്ലാവരും കേൾക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ അൻസാരി സുഹരി ഉസ്താദ് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാനതൊന്ന് പരിശോധിച്ചപ്പോൾ ആ 5-6 വരി കവിതകൾ മാത്രം ഞാൻ ഇവിടെ ആലപിക്കുകയാണ്. അതിലുള്ള പാളിച്ചകൾ കണ്ടെത്തുക എന്നതല്ല, മറിച്ച് ആ സാഹചര്യങ്ങളെ മുഴുവൻ വിലയിരുത്തി ഒപ്പിയെടുത്ത് കവി വർണ്ണിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ടോ രേഴച്ചെറുക്കൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രമവനെത്തിച്ചാരത്തിരുന്നിടം ചുറ്റും പേടിക്കേണ്ട നമ്പുരാരെ ആട്ടും വിലക്കും വഴിയാട്ടും മറ്റുമീ കൂട്ടർ സഹിച്ചു പൊറുതിമുട്ടി വിട്ടതാ ഹിന്ദു മതം ജാതിയിൽ താനെ കെട്ടു കഴിഞ്ഞ നമ്പൂരി മതം എന്ന് പറയുന്ന ആ ദുരവസ്ഥ എന്ന കവിതയിലൂടെ ഈ കവിക്ക് ഇത്തരത്തിൽ പറയേണ്ടി വന്നത് ഇവരുടെ തന്നെ പോരായ്മ, അഥവാ ഹിന്ദു മതത്തിൻ്റെ ഈ പറയുന്ന ബ്രാഹ്മണ സംസ്കാരം, അതാണ് ആ സംസ്കാരമാണ് യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തിന് ആകമാനം എന്തായി അപമാനമായിട്ട്, അതാണ് ഭീഷണിയായിട്ട് നിൽക്കുന്നത്. അല്ലാതെ പരിശുദ്ധ ഖുർആൻ അല്ല. പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിന് ഉത്കൃഷ്ടമായ സന്ദേശങ്ങൾ ഓതിക്കൊടുക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും മഹത്തായ ദർശനം ഓതി കേൾപ്പിക്കുമ്പോൾ അതാണ് ആ പരിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത. കേൾപ്പിക്കുമ്പോൾ മറ്റു മത ഗ്രന്ഥങ്ങളൊക്കെ ആ മനുഷ്യരെ നായ്ക്കളേക്കാൾ താഴെയാണെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അവർ സ്വയം അത് വിട്ടതാണ്. അല്ലാതെ കയ്യും കാലും ഒക്കെ ഇല്ലാതാക്കി, അഥവാ ഒരു വലിയ സംഘ പരിവാറുകൾ പലതും നടത്തിച്ച് അതുകൊണ്ടൊന്നും വിജയിക്കേണ്ട ഒരവസ്ഥയല്ല യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ള ആ മതവിശ്വാസം. പ്രായോഗികമാണോ, ഈ സമൂഹത്തിന് കൊള്ളാവുന്ന മതമാണോ എന്ന് ജാമിദയും ആരിഫും പറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് അത് പ്രായോഗികമായ ഒരു മതമാണെങ്കിൽ അതിലേക്ക് ആളുകൾ കടന്നു വരും. അതാണ്
ഇവിടെ നിന്ന് കിട്ടാത്തത്. അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അടുക്കൽ മഹാത്മജി എത്തിയപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല ഗുരു, നമ്മുടെ ആളുകളൊക്കെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയിലേക്കും ഈ അനുഭവിച്ച ഈ ജാതി പീഡനങ്ങൾ പുറത്തുനിന്ന് കണ്ട് മനസ്സിലാക്കിയ മഹാത്മജിക്ക് പോലും ശ്രീനാരായണ ഗുരുവിനോട് അങ്ങനെ ചോദിക്കേണ്ടി വന്നു എന്നതാണ് സങ്കടം. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഗുരുജി നമ്മുടെ ആളുകൾ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും പോകുന്നത്? മോക്ഷത്തിൻ്റെ ഹിന്ദുമതം പോലെ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ മാറിയിട്ടില്ലല്ലോ, ഞാൻ ഹിന്ദുമതം വിട്ടിട്ടില്ല. പക്ഷേ ഇവിടുന്ന് കിട്ടാത്തത് അപ്പുറത്തുനിന്ന് കിട്ടുന്നു എന്ന് വരുമ്പോൾ ആളുകൾ ഈ പറയുന്ന മതം വിടും. സാധാരണ സ്വാഭാവികം മാത്രമാണ് അത് എന്നാണ് ശ്രീനാരായണ ഗുരു ഗാന്ധിജിയോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിലാക്കേണ്ടത്. ഹിന്ദു സമൂഹമേ, നിങ്ങളുടെ സമൂഹത്തെ നിങ്ങളുടെ രാമായണം പഠിപ്പിക്കൂ, നിങ്ങളുടെ ഭഗവത്ഗീത പഠിപ്പിക്കൂ. നിങ്ങൾ അവരെ ആ മതത്തിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസ്കരണം അവർക്ക് ലഭ്യമാക്കൂ. അങ്ങനെ അവർ നന്നായി തീരട്ടെ. അത് അവർക്ക് ലഭിക്കുമ്പോൾ അവർ ഉയർന്ന നിലവാരത്തിലെത്തും. അല്ലാതെ നിങ്ങൾ ഈ തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലും അപമാനിക്കലും അവരെ കൂടുതൽ കൂടുതൽ എന്തിലേക്ക് വേണ്ടി രാജ്യത്ത് വിനാശകരമായ ഒരു അവസ്ഥയുണ്ടാക്കും. ഇതിനാളെ കിട്ടൂല. ഹിന്ദുവിന്റെ വീട്ടിൽ കയറിയ അവന് ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ച ആൻസർ